അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കണം, ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. x² - 6x + 8 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുക എവിടാന്നാ ചോദിച്ചത്. ഇവിടുത്തെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തോ പണിയുണ്ടോടാ? വളരെ ഈസിയാണ്. നമ്മളൊരു ട്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. a+b ആര്, a × b ആര്, a ആര്, b ആര്, x+a x+b ആര്. യെസ് മോനെ, വളരെ സിമ്പിൾ ആണ്. നോക്കിയേ a+b ആര്? a+b എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സിന്റെ ഗേൾഫ്രണ്ടാ. എക്സിന്റെ കൂടെ ഉള്ളത് ആരാടാ? -6 അല്ലേ. സോ a+b എന്ന് പറഞ്ഞാൽ -6. a × b എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്, എന്നെ പോലെ. ദാറ്റ് ഈസ് 8. a × b എത്രയാണ്? 8 ആണ്. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടണം, രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ -6 കിട്ടണം. ഏതൊക്കെയാണ് ആ നമ്പർ? ഇവിടെ നോക്കിക്കോളി സാറ്. -4 × -2 ഒന്ന് ചെയ്ത് നോക്കട്ടെ. -4 × -2 ചെയ്യുമ്പോൾ എനിക്ക് -8 അല്ല കിട്ടുക, +8 ആ കിട്ടുക. രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. 4 × 2 8 ആണ്. യെസ്. ഇനി -4 + -2 = എന്തായിരിക്കും? ഈ പ്ലസും മൈനസ് കൂടി എന്തായി മാറും? -4 - 2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -6. സെറ്റായി. നോക്കടാ, നമ്മുടെ രണ്ട് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആയി. ആഡ് ചെയ്യുമ്പോൾ -6ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 8ഉം കിട്ടുന്ന രണ്ട് നമ്പറുകൾ കിട്ടി. ഏതൊക്കെയാണ് രണ്ട് നമ്പറുകൾ? ദാറ്റ് ഈസ് -4 ആൻഡ് -2. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x+a എന്ന് പറയുമ്പോൾ x + -4 ഇൻറ്റു x + -2b എന്ന് പറഞ്ഞാൽ -2 അല്ലേ. ആ പ്ലസ് മൈനസ് കൂടി വരുന്നത് എന്താവും? x - 4 ഇൻറ്റു x -2 എന്ന് കിട്ടും. ഇതെന്താ? ഇത് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് ഫാക്ടർ അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x - 4 = 0 എന്ന് കൊടുക്കുക. ആ -4 ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ x = 4 എന്ന് കിട്ടും. x കിട്ടി. x എത്രയാണ്? 4 ആണ്. ഇനി മറ്റേത് അടുത്തൊരു സാധനം കൂടി ഉണ്ട്. x - 2 = 0 എന്ന് കിട്ടി. ഈ -2 ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ x = 2 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 4ഉം 2ഉം വരുന്ന, അല്ലെങ്കിൽ 2ഉം 4ഉം വരുന്ന ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ. കറക്റ്റ് ആൻസർ അല്ലടാ. സെറ്റ് അല്ലേ?